അച്ചോ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ. എല്ലാ ദിവസവും ഞാൻ തത്ത പറയുന്ന പോലെ വന്നിവിടെ പറയാം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അയ്യോ എനിക്കൊന്ന് കുമ്പസാരിക്കണം, കൊറേണ്ട് കുമ്പസാരിക്കാൻ. ഞാനും എന്റെ ഒരു പെൺസുഹൃത്തും കൂടെ ഹോട്ടൽ റൂമിൽ റൂം എടുത്തു. അയ്യോ ഞങ്ങൾ മദ്യപിച്ചു ഞങ്ങൾ കരുതി കച്ചറ ഉണ്ടായി. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? കച്ചറ ഉണ്ടായതിനു ശേഷം ഞാന് മദ്യത്തിന്റെ മേളിൽ ഞാൻ ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. പ്രമാദം. കവിത പഠി. ഞാൻ അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്ക് തർക്കം ഉണ്ടായി. ആ വാക്ക് തർക്കം അപ്പുറത്തെ റൂമുകാർ കേട്ടു. അവര് റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു. റിസപ്ഷനുകാർ പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ ഇവിടെ എത്തി. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. പോലീസുകാരെത്തിയപ്പോ നമ്മുടെ അടുത്ത് ഇവളുടെ അടുത്ത് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. പരാതി എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവന്മാർ അതിനകത്ത് മോഡസ്റ്റ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു വൃത്തിയുടെ സാധനം എഴുതിയിട്ടു. നോൺ ബെയിലുള്ള പലായി എന്നെ പിടിച്ച് ജയിലിലിട്ടു. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കെട്ടി. ഞാൻ തിരിച്ചു വരുന്നതിനുള്ളിൽ എന്റെ ഒരു ഫോട്ടോ ഒരു നല്ല പോലീസുകാരനെ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ മനോരമയ്ക്ക് അയച്ചു. ഞാനും മനോരമയും കൂടെ പണ്ട് മുതലേ സ്നേഹമായത് കാരണം മനോരമക്കാര് ആ സാധനം റൺ ചെയ്തു. എനിക്കൊരു മാങ്ങത്തോലില്ല. ആഘോഷിച്ചു, കേരളം മൊത്തം ആഘോഷിച്ചു, ഇപ്പോഴും ആഘോഷിക്കുന്നു. സ്നേഹം പറക്കട്ടെ. ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. എന്റെ പരാതി കൊടുത്ത പെൺകൊച്ചു തന്നെയാണ് കോടതി കയറിയിട്ട് പറഞ്ഞത് അവന്റെ എതിരെ എനിക്ക് പരാതിയില്ലാന്ന്. ഈ ചെറുപ്രായത്തിലുള്ള നീ എന്തെല്ലാം വൃത്തികരമാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പിയിടാൻ പോലും സമയം കിട്ടിക്കാണില്ലല്ലോ. കേസും ഘോഷ് ചെയ്തു പറഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? എന്താണ് നാട്ടുകാർക്ക്? അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നു ഞാൻ തരാം. സ്നേഹം പറക്കട്ടെ നാറുകളെ. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവാണ്.